നമസ്കാരം. ഇറാനിൽ സർക്കാർ വിരുദ്ധ പ്രക്ഷോഭങ്ങളിൽ പങ്കെടുത്ത 8 വനിതകളെ വധശിക്ഷയ്ക്ക് വിധേയമാക്കുമെന്ന വാർത്തകൾ പുറത്തുവരുന്ന പശ്ചാത്തലത്തിൽ വിഷയത്തിൽ അടിയന്തരമായി ഇടപെട്ട അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് രംഗത്തെത്തിയിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം ഈ സ്ത്രീകളെ മോചിപ്പിക്കണമെന്നും അവർക്ക് യാതൊരു വിധത്തിലുമുള്ള ഉപദ്രവവും ഏൽപ്പിക്കരുതെന്നും ട്രംപ് ആവശ്യപ്പെട്ടു. വരാനിരിക്കുന്ന നയതന്ത്ര ചർച്ചകൾക്ക് മുന്നോടിയായുള്ള ഈ സമാധാന സൂചനയായി ഈ സ്ത്രീകളുടെ മോചനത്തെ കാണണമെന്നും അദ്ദേഹം തന്റെ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിലൂടെ വ്യക്തമാക്കി. 2026 തുടക്കത്തിൽ ഇറാനിൽ ആഞ്ഞടിച്ച ജനകീയ പ്രക്ഷോഭങ്ങളെ തുടർന്ന് അറസ്റ്റ് ചെയ്യപ്പെട്ട ആയിരക്കണക്കിന് ആളുകളിൽ ഉൾപ്പെട്ടവരാണ് ഈ 8 പേരും. അന്താരാഷ്ട്ര മനുഷ്യാവകാശ സംഘടനകൾ നൽകുന്ന വിവരമനുസരിച്ച് അതീവ ഗുരുതരമായ സാഹചര്യമാണ് ഇവർ നേരിടുന്നത്. ബിത്ത ഹെമദി, 16-കാരിയായ ഡയാന തെഹരാബാദി, മെഹബൂബ ഷബാനി, എൻസി നജാത്തി, ഗോൾനാസ് നറാഗി, വീനസ് ഹുസൈൻ നജാദ്, ഗസൽ ഖലന്തരി, പന മോവഹെദി എന്നിവരാണ് ഇറാൻ കസ്റ്റഡിയിലുള്ള 8 വനിതകൾ. ഇവരിൽ പലർക്കുമെതിരെ ചുമത്തിയിരിക്കുന്ന കുറ്റങ്ങൾ തികച്ചും അവ്യക്തവും ഏകപക്ഷീയവുമാണെന്ന് ആക്ടിവിസ്റ്റുകൾ ചൂണ്ടിക്കാട്ടുന്നു. ബിത്ത ഹെമദി എന്ന യുവതി പ്രതിഷേധങ്ങൾക്കിടെ സ്ഫോടക വസ്തുക്കൾ ഉപയോഗിച്ചെന്നും സുരക്ഷാ ഉദ്യോഗസ്ഥർക്ക് നേരെ ആക്രമണം നടത്തിയെന്നും ഇറാൻ ഭരണകൂടം ആരോപിക്കുന്നുണ്ട്. ഇവർക്ക് വധശിക്ഷ വിധിച്ചതായും വിവരമുണ്ട്. അതേസമയം 33-കാരിയായ മെഹബൂബ ഷബാനി തടവിലാക്കപ്പെട്ടത് പ്രതിഷേധത്തിനിടെ പരിക്കേറ്റ സാധാരണക്കാർക്ക് വൈദ്യസഹായം നൽകിയതിനാലാണ്. കുർദിഷ് വനിതാ അവകാശ പ്രവർത്തകയായ എൻസി നജാത്തിക്കും വധശിക്ഷ നൽകാൻ നീക്കമുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. ഒരു ചെറിയ കുട്ടിയുടെ അമ്മ കൂടിയായ എൻസിയെ പോലുള്ളവരെ ഇത്തരത്തിൽ വേട്ടയാടുന്നത് അന്താരാഷ്ട്ര തലത്തിൽ വലിയ പ്രതിഷേധത്തിന് കാരണമായിട്ടുണ്ട്. ഡോക്ടറായ ഗോൾനാസ് നറാഗി, വീനസ് ഹുസൈൻ നജാദ് എന്നിവരെ അവരുടെ തൊഴിലിടങ്ങളിൽ നിന്നാണ് സുരക്ഷാ സേന തട്ടിക്കൊണ്ടുപോയത്. വീനസിനെ കൊണ്ട് നിർബന്ധിതമായി കുറ്റസമ്മതം നടത്തിക്കുകയും സർക്കാർ നിയന്ത്രണത്തിലുള്ള ടെലിവിഷനിലൂടെ സംപ്രേഷണം ചെയ്യുകയും ചെയ്തതായും ആരോപണമുണ്ട്. പ്രക്ഷോഭകാരികളെ സഹായിച്ചു എന്നതൊഴിച്ചാൽ മറ്റ് ക്രിമിനൽ പശ്ചാത്തലമൊന്നും ഈ സ്ത്രീകൾക്കില്ലെന്ന് അവരുടെ കുടുംബാംഗങ്ങളും മനുഷ്യാവകാശ പ്രവർത്തകരും ആവർത്തിക്കുന്നുണ്ട്. നീതിയുക്തമായ വിചാരണയോ നിയമസഹായം തേടാനുള്ള അവസരമോ നൽകാതെയാണ് പലരെയും വധശിക്ഷയ്ക്ക് വിധിക്കുന്നതെന്ന് ഇറാനിലെ ഹ്യൂമൻ റൈറ്റ്സ് ആക്ടിവിസ്റ്റ് ന്യൂസ് ഏജൻസിയും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇറാനിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്തുന്നതിന്റെ ഭാഗമായി നടത്തുന്ന ഈ വധശിക്ഷാ നീക്കങ്ങൾക്കെതിരെ ആഗോളതലത്തിൽ വലിയ സമ്മർദ്ദമാണ് രൂപപ്പെടുന്നത്. ഈ സാഹചര്യത്തിലാണ് ട്രംപിന്റെ ഇടപെടൽ നിർണായകമാകുന്നത്. ഇറാൻ ഭരണകൂടം ഈ സ്ത്രീകളോട് കാരുണ്യം കാണിക്കണമെന്നും അത് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ സഹായിക്കുമെന്നും അദ്ദേഹം ഓർമ്മിപ്പിച്ചു. ലോകം മുഴുവൻ ഈ സ്ത്രീകളുടെ ജീവനായി കാത്തിരിക്കുമ്പോൾ ഇറാൻ ഭരണകൂടം എന്ത് നിലപാട് സ്വീകരിക്കുമെന്നതിനെ ആശ്രയിച്ചിരിക്കും മേഖലയിലെ നയതന്ത്ര ബന്ധങ്ങൾ. മനുഷ്യാവകാശ ലംഘനങ്ങൾക്കെതിരെ ലോകമെമ്പാടുമുള്ള ജനാധിപത്യ വിശ്വാസികൾ ഒരൊറ്റ മനസ്സോടെ ശബ്ദമുയർത്തുന്ന കാഴ്ചയാണ് ഈ വിഷയത്തിൽ ഇപ്പോൾ പ്രതിഫലിക്കുന്നത്. എന്നാൽ ഡൊണാൾഡ് ട്രംപിന്റെ ആവശ്യം അത് ന്യായം തന്നെയാണ്. ഒരു നാട്ടിലെ പ്രതിഷേധങ്ങളെ അടിച്ചമർത്താൻ വേണ്ടി പ്രതിഷേധിക്കുന്ന ആളുകളെ കൊന്നുകളയുന്ന ഇറാന്റെ ഭരണകൂടത്തിനെതിരെ പ്രതിഷേധം ഉയരേണ്ടതുണ്ട്. എന്തായാലും ഇസ്രായേൽ, അമേരിക്ക സംയുക്തമായി ഇറാനെതിരെ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണങ്ങളിൽ വെടിനിർത്തലാണ് ഇപ്പോഴുള്ളത്. എന്തായാലും വെടിനിർത്തലിൻ്റെ പശ്ചാത്തലത്തിൽ ബുധനാഴ്ചയ്ക്കുള്ളിൽ അത് വെടിനിർത്തലിൻ്റെ സമയം തീരും. വെടിനിർത്തൽ തുടരാൻ തനിക്ക് താല്പര്യമില്ല എന്ന് ഡൊണാൾഡ് ട്രംപ് അറിയിച്ചിട്ടുണ്ട്. ഈ ഘട്ടത്തിൽ തന്നെയാണ് പുതിയ ആവശ്യവുമായി ട്രംപ് രംഗത്തെത്തിയിരിക്കുന്നത്.